അള്ളാന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന മാസിയത്ത്, നിസ്കരിക്കാത്ത മാസിയത്ത്, നോമ്പനുഷ്ഠിക്കാത്ത മാസിയത്ത്, വിഭജിക്കുന്ന മാസിയത്ത്, മദ്യപിക്കുന്ന മാസിയത്ത്, ഗീബത്ത് നമീമത്ത് പറയുന്ന മാസിയത്ത്, അള്ള വിലക്കിയ എന്ത് മസീബത്തും എന്ത് മാസിയത്തും അള്ളാഹുവിനോട് ചെയ്യുന്ന പാപമാണോ? മുഹമ്മദ് മുസ്തഫാന്റെ ഹത്തിലും അത് പാപമാണ്. അതുകൊണ്ട് തങ്ങളോട് നമ്മൾ അന്യായപ്പെടുന്നത് ന്യായമാണ്. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറയുന്നത് ന്യായമാണ്, അതന്യായമല്ല. അന്യായപ്പെടേണ്ടവർ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. ന്യായമായും മുത്തുനബിയോട് നമ്മൾ അന്യായപ്പെടണം. ആ അന്യായപ്പെടലാണ് എല്ലാവരും നടത്തിയത്. ഞാൻ ഏതാനും വരികൾ ഉദ്ധരിക്കാം. ആരുടെയെന്നോ? മഹാനായ ഉമറുൽ ഖാദി, മലബാറിന്റെയും കേരളത്തിന്റെയും മലയാള മക്കളുടെയും ഹൃദയത്തിലെ ഏറ്റവും വലിയ ഹുബിന്റെയും പ്രവാചക കീർത്തനത്തിന്റെയും പ്രവാചക ഇഷ്കിന്റെയും ഒക്കെ വലിയ ആൾ രൂപമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ മഹാനായ ഉമറുൽ ഖാദി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് മുത്തുനബിയുടെ തിരുഹദ്റത്തിൽ പോയി പാടി എന്ന് മലയാള മക്കളൊക്കെയും വിശ്വസിച്ചു വരുന്ന ഉമറുൽ ഖാദി, ആ ഉമറുൽ ഖാദിയുടെ ഏറ്റവും പ്രസിദ്ധമായ എല്ലാവരും പഠിക്കണമെന്ന് മമ്പുറന്തങ്ങൾ ദീർഘദർശനം ചെയ്ത, അതിൻ്റെ പഠനം അവസാനിക്കുമെന്ന് മമ്പുറന്തങ്ങൾ പറഞ്ഞുപോയ ആ ഒരു വലിയ ചെറിയ കിതാബാണ് നഫായിസുദ്ദുറർ. പേജുകൾ കുറച്ചേയുള്ളൂ. നഫായിസുദ്ദുറർ കിതാബുൽ അദ്കിയാ ജൗഹറത്തു തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ ഹാദി സലാസതു ഹിഫ്ളുഹാ ഫിൽ ബാരി ഹത്താ സവാലിൽ ഇൻജിലീസിൽ വാലി. നഫായിസുദ്ദുറർ എന്ന കിതാബ്, കിതാബുൽ അദ്കിയ എന്ന കിതാബും, ജൗഹറത്തു തൗഹീദ് എന്ന കിതാബും. ജൗഹറത്തു തൗഹീദ് നമ്മുടെ അഖീദ വിവരിക്കുന്ന കൊച്ചു ബൈത്ത് കിതാബാണ്. ഹിദായത്തുൽ അദ്കിയ എന്ന കിതാബ് വലിയ സയ്യിദുൽ മഖ്ദൂബിന്റെ തസവ്വുഫിന്റെ വിവരങ്ങളും അധ്യാപനങ്ങളും ദീനീ ചിട്ടകളും ആത്മപാഠങ്ങളും നൽകുന്ന കൊച്ചു ബൈത്ത് കിതാബാണ്. നഫായിസുദ്ദുറർ എന്ന കിതാബ് പരലോക സംബന്ധവും തൗഹീദ് സംബന്ധവും റിസാലത്ത് സംബന്ധവുമായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് ഉമറുൽ ഖാദി രചിച്ചിട്ടുള്ള വിലപ്പെട്ട കിതാബാണ്. ഇത് മൂന്നും പഠിച്ചു വന്നിരുന്ന, മനഃപ്പാഠമാക്കിയിരുന്ന, വീണ്ടും വീണ്ടും സാധാരണക്കാർക്ക് പഠിപ്പിച്ചിരുന്ന, നാട്ടിലെ മക്കൾക്കും നാട്ടിലെ പൗരന്മാർക്കും ഓതിക്കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്താണ് ഒരു ഖാദി പറയുന്നത്, ഈ മൂന്ന് കിതാബുകളും ഇങ്ങനെ മനഃപ്പാഠമാക്കി ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഈ രീതിയുണ്ടല്ലോ. ഇന്ന് ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ നാട് കടന്നാൽ, അവർ നാടു നീങ്ങിയാൽ, രാജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ നാട് കടത്താനുള്ള സമരങ്ങളുടെ ഒച്ചകൾ നടക്കുന്ന കാലത്താ മഹാനായ മമ്പുറന്തങ്ങൾ പറയുന്നത്, ഈ ബ്രിട്ടീഷുകാരെ നാട് കടത്തിയാൽ പല മുസീബത്തുകൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മുസീബത്ത് ഈ മൂന്ന് കിതാബുകളും മനഃപ്പാഠമാക്കുന്നത് അങ്ങ് അവസാനിക്കും. എന്ത് ബന്ധാ ബ്രിട്ടീഷുകാരും ഈ കിതാബും തമ്മിൽ? ബ്രിട്ടീഷുകാരും ഈ കിതാബും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ബ്രിട്ടീഷുകാർ നാടി നീങ്ങിയ ഈ കിതാബിന്റെ പഠനവും മനനവും ഈ കിതാബ് മനഃപ്പാഠമാക്കലും ലോകം അസ്തമിക്കും. മമ്പുറന്തങ്ങൾ, ഇതൊക്കെ മമ്പുറന്തങ്ങൾ അവർ പറയുന്നത് കൃത്യമായി പുലർന്നത് ഒരുപാട് അടയാളങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമായത് പറഞ്ഞ മാതിരി നഫായിസുദ്ദുർ ഈ ഇരിക്കുന്ന മൂല്യന്മാർ ഞങ്ങൾ ആരെങ്കിലും ഓതാറുണ്ടോ? ജൗഹറത്തു തൗഹീദ് ഏതെങ്കിലും കുട്ടിയേക്ക് ഓതി കൊടുക്കാറുണ്ടോ? അതിൻ്റെ ഏതാനും ബെയ്ത്തുകളോ വരികളോ എവിടെയെങ്കിലും ദീനിയാത്തിൽ മദ്രസിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ജൗഹറത്തു തൗഹീദുള്ളൂ. അദ്കിയ എന്നു ഒന്ന് പണ്ടൊക്കെ ഓതീനു, ഇപ്പോഴും ചിലർക്ക് ഓതുന്നു. ഓതാത്ത ഓത്ത് മനഃപ്പാഠമാക്കി അതാരും കാര്യഗൗരവത്തിലെടുക്കാറില്ല, ശരിക്കും മനസ്സിലാക്കാറുമില്ല. ഇത് ഇംഗ്ലീഷുകാർ പോയോടുകൂടെ പോയി എന്ന് മമ്പുറന്തങ്ങൾ പറഞ്ഞു. അതുപോലെ വെച്ചോ, ഇത് ഞാനീ പറയുന്നത് അസ്തമിക്കേണ്ടതല്ല. ആ ജുമുഅത്ത് പള്ളിയില്ലേ, ജുമുഅത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ പിന്നിൽ എഴുതി വെച്ചു ഔക്കോയാന്ന്. ഔക്കോയ മുസ്ലിയാരെന്ന പരപ്പനങ്ങാടി കടപ്പുറത്തെ വലിയ പള്ളിയുടെ നമ്മുടെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ അരിഷേധ്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മൗലാന എൻ കെ ഉസ്താദ് അവർ ദർസ് നടത്തുന്ന ആ പള്ളിയുടെ മുൻവശത്ത് മറപ്പെട്ട് കിടക്കുന്ന ഔക്കോയ മുസ്ലിയാർ, ആ ഔക്കോയ മുസ്ലിയാരോട് എഴുതി വെക്കണം, ഇത് പള്ളിന്റെ മിഹ്റാബിന്റെ പുറത്ത് എഴുതി വെച്ചോ, എല്ലാവരും കാണട്ടെ, പഠിക്കട്ടെ, നിലനിൽക്കട്ടെ, സ്മരിക്കട്ടെ എന്ന് മമ്പുറന്തങ്ങൾ അവർ പറഞ്ഞ ആ ബൈത്തിൽ ദീർഘദർശനം ചെയ്തതാണ് നഫായിസുദ്ദുററിന്റെ തിരോധാനം. ആ നഫായിസുദ്ദുറർ എന്ന കിതാബ് എല്ലാ പാഠങ്ങളും നൽകിയിട്ട് അവസാനം നൽകുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശഫാഅത്തിനെ കുറിച്ച വിവരണമാണ്. തങ്ങളുടെ ശഫാഅത്തിനെ കുറിച്ച് ചോദ്യത്തിന്റെ സംശയത്തിന്റെ മറുപടി.
അമ്മറുപടി വിവരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ അവർ പറയുന്നത് നോക്കൂ. യാ അക്റമൽ ഖൽഖി വയാ മൻ യഫ്തഖിർ കുല്ലുൻ ഇലൈഹി ലിജാഹിഹി യൗമൽ ഹശർ ലാ തൻസനി ഇദ്ദാക ഫീ തിൽകൽ ളറർ ഖദ് ജിതു ബാബക റാജിയൻ നൈലൽ ളഫർ. സൃഷ്ടികളിൽ അത്യുദാരരായ നബിയേ, എല്ലാ സൃഷ്ടികളും അവിടുത്തെ മേന്മയും പദവി കൊണ്ട് അങ്ങയെ തന്നെ ആശ്രയിക്കുകയും അങ്ങയെ തന്നെ അവലംബിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പരലോകത്ത് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹ്ശറിന്റെ നാളിൽ അങ്ങനെയുള്ള നബിയെ ലാ തൻസനി ഇദ്ദാക ഫീ തിൽകൽ ളറർ, അവിടെ കേൾക്കുന്ന ആ വലിയ പ്രതിസന്ധികളിലൊന്നും ഈ പാവപ്പെട്ട എന്നെ അങ്ങ് മറക്കരുത് നബിയേ, അങ്ങനെ മറക്കരുത് നബിയേ. ഖദ് ജിതു ബാബക റാജിയൻ നൈലൽ ളഫർ, അവിടുന്ന് കിട്ടുന്നതിൻ്റെ ഔദാര്യത്തിൻ്റെ നേട്ടം മനസ്സിൽ കരുതി അത് കിട്ടുമെന്ന് തന്നെ വിജയിച്ച് ആശിച്ചുകൊണ്ട് അങ്ങയുടെ വാതിൽക്കലിതായി ഉമർ വന്ന് നിൽക്കുന്നു. ബിനവാലികും യാ മുസ്തഫ ലാ യൻകസിർ ഖൽബി ബിഔദി ഖായിബൻ മഅമൻ ഖസിർ. അവിടുത്തെ സഹായം കിട്ടാതെ, അവിടുത്തെ ശഫാഅത്ത് കിട്ടാതെ, അവിടുന്ന് കൊടുക്കുന്നത് നേടാനാകാതെ തിരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവനും പരാജിതനായി മടങ്ങിക്കൊണ്ട് എൻ്റെ കൽബ് പൊട്ടരുതേ, അങ്ങനിക്കു നൽകണേ. ലൗജാഇലൽ ഖുറമാഇ മൻ യശ്കുൽ ഉസ്ർ ബിലിഫ്തിഖാരി ഫലാ യഊദു ബിലാ യുസ്ർ. മാന്യന്മാരും ആദരണീയരുമായ ആരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആര് അന്യായപ്പെട്ടാലും അവരെ അവലംബിച്ചുകൊണ്ട് അന്യായപ്പെടുന്നവരെ അവർ മടക്കില്ലല്ലോ, ലളിതമാക്കി കൊടുക്കാതെ ഞെരുക്കം തീർക്കാതെ വിട്ടയക്കില്ലല്ലോ. അതല്ല മാന്യത, അതല്ല ഉദാരത. ഹൽ മിൻ കരീമിൻ മിസ്ലുകും ഫീ മൻ വബർ ഔ മൻ യജീലാല വഹഖിൽ മുഖ്തദിർ. അങ്ങേ പോലൊരു ഉദാരനുണ്ടോ, അവിടത്തെ പോലൊരു കരീമുണ്ടോ, അവിടത്തെ പോലൊരു മാന്യനുണ്ടോ? ഫീമൻ വബർ, കഴിഞ്ഞു പോയ ആരിലെങ്കിലും ഉണ്ടോ? ഔ മൻ യജീ, വരാനിരിക്കുന്ന ആരിലെങ്കിലുമുണ്ടോ? ലലാ, ഒന്നിലുമില്ല, കഴിഞ്ഞവരിലുമില്ല, വരാനിരിക്കുന്നവരിലുമില്ല. വഹഖിൽ മുഖ്തദിർ, ഖുദറത്തുള്ള അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആരാരും എല്ലാവരും പുകഴ്ത്തുന്നവരായ അവിടുത്തെ ബഹുമാനം, അവിടുത്തെ ആദരവ്, അവിടുത്തെ ഉദാരത, ആ ഉദാരതയിൽ പ്രതീക്ഷയർപ്പിച്ചപ്പിക്കട്ടെ. ഫംനുൻ അലയ്യ ബിമാ ബിഹി ഖൽബി യുസർ وأنا اللهيف السائر الشاكي الفقر. ദാരിദ്ര്യവും ഇല്ലായ്മയും അമലുകളില്ലാത്ത ദാരിദ്ര്യം, ഈമാൻ കുറഞ്ഞ ദാരിദ്ര്യം, അങ്ങയിലേക്കും അല്ലാഹുവിന്റെ റഹ്മത്തിലേക്കുമുള്ള ഈ ആശ അവിടുത്തെ മുമ്പിൽ അന്യായപ്പെട്ട് സങ്കടപ്പെട്ട് യാചിച്ചുകൊണ്ട് വന്നു വരുന്ന വിലപിക്കുന്ന ഈ പാവപ്പെട്ടവന്റെ മനസ്സ് സന്തോഷിക്കുന്നത് നബിയേ, അവിടുന്ന് എനിക്ക് വശാരമായി നൽകണേ. ഹശാകതൻ ഹറുസായിലൻ ജാബിൽ വിസ്ർ ബിർറദ്ദി അൻക ലിദംബിഹി തൂലദ്ദഹർ. പാപത്തിന്റെ വലിയൊരു ചുമട് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചിട്ട് ഇതൊന്ന് കെടുക്കണേ, ഇതൊന്ന് ഏറ്റെടുക്കണേ, ഇതിന്റെ ഭാരം നീക്കണേ എന്ന് ചോദിക്കുന്ന ഒരു യാചകനെ തങ്ങൾ ആട്ടുമോ, തങ്ങൾ വിരട്ടുമോ? ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്നൊന്നും അവന്റെ പാപത്തിൽ കിടന്നവൻ കുഴങ്ങട്ടെ, അവൻ നരകത്തിൽ കിടന്ന് നരകിക്കട്ടെ എന്ന് ഏതെങ്കിലും അങ്ങേപ്പോലുള്ളൊരു ദാരൻ വിരട്ടിക്കൊണ്ട് പാട്ടുമോ? ഇല്ല ഇല്ല. യാ സയ്യിദി ജുദിലി ഫജൂദുക മുൻതളർ ലിൽ മുർതജി ലാ സിയ്യിമാ അഹ്ലൽ ഫഖർ. എന്നെപ്പോലുള്ള ഫക്കീറുമാർ വിശേഷിച്ചും അങ്ങയിൽ ആശേർപ്പിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് അവിടുത്തെ ദാനം, അവിടുത്തെ സമ്മാനം. അതുകൊണ്ട് സയ്യിദേ, ആലംബമേ, അവലംബമേ, അങ്ങ് ദാനം ചെയ്യണേ. മാലി സിവാ മദ്ഹി വഹുബ്ബി മിൻ ദുഖർ ഫഹുമദ്ദഖീറതു ലീ വനിഅമൽ മുദ്ദഖർ. അവിടുത്തെ പ്രകീർത്തിച്ചു ചൊല്ലിയ ബെയ്ത്തുകളല്ലാതെ എൻ്റെ കയ്യിൽ അമലില്ല. അവിടത്തോടുള്ള സ്നേഹമല്ലാതെ ഞാനൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഞാൻ നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച വല്ലതുമുണ്ടെങ്കിൽ അവിടുത്തെ പ്രകീർത്തിച്ചതു മാത്രമേയുള്ളൂ, അവിടുത്തെ അവദാനം വാഴ്ത്തിയത് മാത്രമേയുള്ളൂ, അവിടത്തോടുള്ള സ്നേഹം മാത്രമേയുള്ളൂ. അത് മതി ഏറ്റവും മുന്തിയ സൂക്ഷിപ്പ് സ്വത്തായ എനിക്ക്. അതുതന്നെ ഏറ്റവും മുന്തിയ സൂക്ഷിപ്പെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബിഹിമാ റജാഇ അന്ന ഐനി ഖദ് തഖർ ഇദ് മാ യുഖാബലു കുല്ലു സാഇൻ ബിൽ അജ്ർ. ഏത് അധ്വാനിച്ച അമൽ ചെയ്ത മനുഷ്യനും അവന്റെ അധ്വാനത്തിന്റെ അമലിന് പുണ്യം നൽകപ്പെടുന്ന അന്നാളിൽ എൻ്റെ കണ്ണു കുളിർക്കുന്നത് അവിടത്തെ കൊണ്ട് എനിക്ക് കിട്ടും. ഈ രണ്ട് വലിയ ദുഖീറത്ത് കൊണ്ടു തന്നെ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ആശ തട്ടരുതേ.
അവിടുന്ന് തുണക്കണേ എന്ന് ആരംഭ നബിയോട് തുണ അപേക്ഷിച്ചുകൊണ്ട് لبن العلي المجتري سن عمر في شهر شوال وفي وقت الظهر في خامس التاريخ من بعد العشر والراء ثم الألف من فيها نظر فليلزم الإنصاف مع جبر الكسر ഹിജറ 1200 ശവ്വാൽ 15 ളുഹറിന്റെ സമയത്ത് ഇതാ ഈ ബൈത്ത് അവസാനിച്ചു എന്ന് അവസാനിപ്പിക്കുന്ന ഉമറുൽ ഖാദി ആരംഭ നബി തങ്ങളെ ആലംബമാക്കിക്കൊണ്ട് കണ്ട് തങ്ങളോട് സങ്കടം പറഞ്ഞ ന്യായപ്പെട്ട് പാപത്തിന്റെ പേരിൽ അവിടുത്തെ ഫഖറിന്റെ പേരിൽ പരലോകത്തെ റഹ്മത്തിന് പരലോകത്തെ നേട്ടത്തിന് ശഫാഅത്തിന് അപേക്ഷിച്ച ആ അപേക്ഷ ഇതാ കേരള സുന്നി ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള എല്ലാ വിശ്വാസികളും ആരംഭ നബിയെ മനസ്സിന്റെ അകത്ത് സ്നേഹിക്കുന്ന എല്ലാ സ്നേഹജനങ്ങളും തിരുമുസ്തഫായ നബിയെ ഈ പ്രമേയത്തിന്റെ ക്യാമ്പയിനും പ്രചാരണവും അവസാനിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ മുമ്പിൽ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ കാക്കണേ, അവിടുന്ന് ഞങ്ങളെ തുണക്കണേ, അവിടുന്ന് ഞങ്ങൾക്ക് തണിയാവണേ, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ ഹക്കിൽ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ശഫാഅത്ത് കൊണ്ട് ആ പാപങ്ങളുടെ ചുമട് ഞങ്ങൾക്ക് നീക്കണേ. രാജാധിരാജനായ അല്ലാഹുവേ, പുന്നാര ഹബീബായ നബി തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റഹ്മാൻ.